മൈക്രോ നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, നമ്മൾ അമിനോ കൊടുത്തു കഴിഞ്ഞാൽ ചെടി പൂക്കും. പൂത്തു കഴിഞ്ഞാൽ പൂക്കളെല്ലാം എന്ത് സംഭവിക്കും? പൂക്കളും കായകളാകൂല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെടികളിൽ ആവശ്യത്തിന് സൂക്ഷ്മ മൂലകങ്ങളില്ല. സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കണം, അതിനാണ് മൈക്രോ. മനസ്സിലായ? പൂക്കളെ കായാക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്താ? മൈക്രോ. അടുത്തത് ഓർഗാനിക് മിക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഹ്യൂമിക് അതെല്ലാം നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന, അതായത് ഡ്രഞ്ചിങ് മുഴുവൻ കൊടുക്കുന്ന 5 ml per ലിറ്റർ. 1 ലിറ്ററിലേക്ക് 5 ml. സ്പ്രേ ചെയ്യാനായിട്ട് 3 ml per ലിറ്റർ. ഏതാ? നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴും എന്താ, എല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോഴും 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യയിൽ മാത്രമേ സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അമിനോയും മൈക്രോയും സീവീഡ് ജെല്ലും 1 ml വെച്ച് കൊടുക്കാം. അതപ്പോ 3 ml വന്നു കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്യാം. ഷോർട്ടിൽ കൊടുക്കുമ്പോൾ മാക്സിമം 6 ml വരെ വരുള്ളൂ. അത് നമുക്ക് മൈക്രോ, അമിനോ, അതുപോലെ ക്യൂമിക്ക്, പൾവിക്ക്, ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും മിക്സ് ചെയ്യാം, ഹോമിയോ ഒഴികെ കേട്ടോ. അടുത്തത് സീവീഡ് ജെല്ല്. സീവീഡ് ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്യുവർ പ്ലസ് ഏതാ? പ്യുവർ പ്ലസ് അല്ല, നമ്മളുടെ പുതിയ പ്യുവർ പ്ലസ് എന്താണെന്നറിയോ? അത് നമുക്ക് എല്ലാത്തിന്റെയും കൂടെ ചേർത്ത് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ ഒരുമിച്ച് കൊടുത്താലും അതിന്റെ 6 ml കൂടുതൽ ഡ്രഞ്ചിങ്ങിന് പറ്റില്ല. എല്ലാം കൂടി കൂട്ടിയാലും 6 ml 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലേ പറ്റൂ. 3 ml per ലിറ്റർ എന്നുള്ള അനുപാതത്തിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രേ ചെയ്യാൻ പറ്റും. അടുത്തത് സീവീഡ് ജെൽ. സീവീഡ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിലെ സർഗാസം സീവീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പായലില് എല്ലാത്തരം സൂക്ഷ്മ മൂലകങ്ങളുടെയും കൂട്ടുണ്ടതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെ കോൾഡ് പ്രോസസ്സിലൂടെ, അതായത് ഇതിന് ഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജെൽ രൂപത്തിലുള്ള ഒന്നാണ് സീവീഡ്. ഇത് നമ്മള് അമിനോ കൊടുത്ത് പൂത്ത്, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ വെള്ളക്കാ പൊഴിച്ചിലൊക്കെ ഉണ്ടാവും ഇല്ലേ? വെള്ളക്കാ പൊഴിച്ചിലെല്ലാം ഉള്ള തെങ്ങുകൾക്കൊക്കെ ഇത് 50 ml 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ഏതാണ്ട് ഒരു 3 പ്രാവശ്യമായിട്ട് കൊടുത്തു. വെള്ളക്കാ മുഴുവൻ വെച്ച് നല്ല വലിയ തേങ്ങ ഉണ്ടാവും. സീവീഡ് ജെൽ. ഓക്കെ, 10 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് 5 ഗ്രാമാണിത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ജെല്ലാണ്. 50 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. തെങ്ങ്, കവുങ്ങ്, അതുപോലെ എന്തിനാണേലും ആ ഒരു റേഷ്യോ. ഏതാ? ഇത് 15 ദിവസമായിട്ട് 3 തവണ കൊടുത്താൽ നല്ല. എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ഒഴിച്ചിൽ മാത്രം. ഇനിയിപ്പോ സീസൈൻ എന്ന് പറഞ്ഞാൽ ഈ സീവീഡ് ജെല്ലിന്റെ തന്നെ എക്സ്ട്രാക്ട് ആണ്, പക്ഷെ ഹോട്ട് പ്രോസസ്സിൽ കൂടി ഉണ്ടാക്കുന്നു. നമുക്ക് ഇറിഗേഷനിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. കാരണം മറ്റേന്ന് പറഞ്ഞ ഒരു ജെല്ലാണെങ്കിലും നമുക്ക് ശരിക്കും സ്പ്രേ ചെയ്യാം. ഇതും അതിന്റെ തന്നെ ഒരു ലിക്വിഡ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്ലാന്റ് സീവീഡ് ജെല്ലും ഇത് ലിക്വിഡും രണ്ടും ഒരേ ഗുണമാണ്. 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചോട്ടിലും 3 മില്ലി സ്പ്രേ ചെയ്യാനും. ഇതെല്ലാം ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം PGR പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അഥവാ സ്റ്റിമുലൻസ്, ഉത്തേജിപ്പിക്കുന്നത്. ഇനിയാണ് നമുക്ക് ബയോ ഓർഗാനിക് ഫോഴ്സ്. പൾവിക്ക് പറഞ്ഞല്ലോ, പൾവിക്കല്ലേ ഞാൻ പറഞ്ഞ ചിലകള് ചെടി തന്നെ നല്ല രീതിയിൽ വളരാനുണ്ട്. ഓക്കെ. ഹ്യൂമിക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേര് വരാനുള്ളത്. പൾവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി അതായത് ചെടി മുകളിലോട്ട് നല്ല ഗ്രോത്ത് വരാനായിട്ട്. അപ്പൊ FH എന്ന് പറഞ്ഞൊന്നുണ്ട്, അതായത്
പൾവിക്കും ഹ്യൂമിക്കും കൊടുക്കും. ഇത് കൊടുത്താൽ ശക്തമായ വേരുകൾ വരും, ചെടികൾ നല്ലതായിട്ട് വളരുകയും ചെയ്യും. ഇനിയിപ്പം നമുക്ക് വരുന്നതാണ് ബയോ ഓർഗാനിക് ഫുഡ്. അതായത് നമുക്കറിയാം നമ്മളുടെ അന്തരീക്ഷത്തില് 78% നൈട്രജൻ ഉണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും അറിയാവോ? പക്ഷെ ആ നൈട്രജൻ തന്നെയാണ് നമുക്ക് മണ്ണിൽ വേണ്ടത്. പക്ഷെ അത് ചെടികൾക്ക് എടുക്കുന്ന രീതിയിലല്ല, എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. അത് ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാൻ നമുക്കൊന്ന് പറ്റുന്ന ഒന്നാണ് ബയോ ഓർഗാനിക് ഫുഡ്സിൽ ഒന്ന് നൈട്രജൻ. അപ്പൊ നൈട്രജൻ എന്താ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ്, അതായത് നൈട്രജനെ യൗഗീകരിച്ച് ചെടികളെ 78% അന്തരീക്ഷത്തിലെ നൈട്രജനെ യൗഗീകരിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുന്ന ബാക്ടീരിയാസ്. അതോടൊപ്പം തന്നെ ഫോസ്ഫറസ്, അലേയമായി കിടക്കുന്ന ലയിക്കാത്ത ഫോസ്ഫറസ് ഉണ്ട് നമ്മുടെ മണ്ണിൽ. ധാരാളം ലയിക്കാതെ കിടക്കുന്ന ഫോസ്ഫറസ് ഉണ്ട് നമ്മുടെ മണ്ണിൽ, പക്ഷെ അത് ലയിക്കൂല. അത് അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ കൂടി. ഇനിയിപ്പം ഞാൻ പറഞ്ഞ പ്രാഥമിക മൂലകങ്ങളിൽ അടുത്തതാ. ഞാനിപ്പോ നൈട്രജനും ഫോസ്ഫറസും പറഞ്ഞു. അടുത്തതാ പൊട്ടാസ്യം. കേട്ടോ, പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഏത് ചെടികളിലും നല്ല രീതിയിൽ പുഷ്പിക്കാനും വളർച്ചയ്ക്കും എല്ലാം വേണ്ട ഒന്നാണ് പൊട്ടാസ്യം. അപ്പം പൊട്ടാസ്യത്തിന്റെ നമുക്കറിയാം പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ, അതായത് അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന പൊട്ടാസ്യത്തിനെ വലിച്ച് നമ്മുടെ ചെടികളുടെ വേരുകളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ബാക്ടീരിയസ്. ശരിക്കും പറഞ്ഞാൽ NPK എന്ന് നമ്മള് കെമിക്കൽ പറയുന്നുണ്ടല്ലേ, NPK നൈട്രജൻ ഫോസ്ഫറസ്. അതായത് ഇത് ഓർഗാനിക്കില് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഇത് എങ്ങും കിട്ടത്തില്ല. ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒന്നുകിൽ നൈട്രജന്റെ അസോഫൈലം, അസിറ്റോബാക്ടീരിയം, റൈസോബിയം എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അത് പയറ് ചെടിക്കും അതുപോലെ തന്നെ നെല്ലിന്, അങ്ങനെ ഓരോന്നുള്ള കുറെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കിത് മൂന്നും കൂടി കിട്ടുന്ന, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒരുമിച്ച് കിട്ടുന്നു. അതായത് ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഒരുമിച്ച് കിട്ടാൻ പറ്റുന്ന ഒന്നേതാ? ബയോ ഓർഗാനിക് ഫുഡ്. മനസ്സിലായോ? ഏതൊക്കെയാ കിട്ടുന്നത്? പൊട്ടാസ്യം അലേയമായി നമ്മുടെ മണ്ണിൽ കിടക്കുന്ന ഏത് ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടിക്ക് എടുക്കാൻ പറ്റും. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ച് ചെടികൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പൊട്ടാസ്യം എന്താണ്? മൊബിലൈസിംഗ് ബാക്ടീരിയ ആണ്, അവിടുന്ന് വലിച്ച് ചെടികൾക്ക്. ഇതിന്റെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ചുള്ള ഒന്നാണ്. അതായത് ശരിക്കും നൈട്രജൻ NPK, നമ്മള് കെമിക്കലി പറയുന്ന NPK തന്നെയാണ് ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും. ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്? നല്ല രീതിയിൽ വേര് വളർച്ച, ചെടികൾക്ക് തന്നെ വളർച്ച, ചെടി നല്ല ഹെൽത്ത്. ഇതെല്ലാം ബയോ കൺട്രോൾസ് ആണ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓക്കെ, അതായത് ഓർഗാനിക്കിന്റെ ഒരു പാർട്ട് തന്നെയാണ് ബയോ. മനസ്സിലായോ? അതായത് നമ്മള് ജൈവ കൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ് ജീവാണുക്കൾ. ജൈവകൃഷി ഞാൻ പറഞ്ഞില്ല, ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ജീവനെ ആധാരമാക്കിയുള്ള ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ്. അപ്പം ഈ ജൈവ കൃഷിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഏത്? ജീവാണുക്കള്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ, നമുക്ക് B³ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അക്വ pH ബൂസ്റ്ററും പറയണേ. അക്വയും B³ കേട്ടിട്ടുണ്ടോ? ഇത് തന്നെയാണ് അക്വ pH ബൂസ്റ്റർ. നമ്മുടെ എല്ലാവർക്കും വേണ്ട ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒന്നാണ് അക്വ pH ബൂസ്റ്റർ. അതായത് നമ്മുടെ വെള്ളത്തിന്റെ എല്ലാം pH വളരെ കുറവാണ്, 4.5, 5. ഇത് ഈ 4.5ലും 5ലുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മാണുക്കൾ വളരുന്നത്. മനസ്സിലായോ? എല്ലാ സൂക്ഷ്മാണുക്കളും വളരും. അതോടൊപ്പം തന്നെ ഇതൊരു അസിഡിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഈ ഒരു ഫീൽഡാണ്. ഈ അസിഡിക് ആയിട്ടുള്ള ഫീൽഡിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. മനസ്സിലായോ? ഈ ഹെവി മെറ്റൽസ് എല്ലാം അതിനകത്ത് ഡിസോൾവ് ആയിരിക്കും. ഒരു ആസിഡ്, നമുക്കറിയാം, നമ്മളൊരു ആസിഡിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിസോൾവ് ആവും. അതുപോലെ തന്നെയാണ് ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ നമ്മൾ ഈ അതിനകത്ത് ഹെവി മെറ്റൽസ്. ഈ ഹെവി മെറ്റൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ?
ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുത്തുന്നതാണ് ഹെവി മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ ലെഡ് ഒരു ഹെവി മെറ്റൽ. ഈ നമ്മുടെ ലെഡ് നമ്മുടെ ബോഡിയിലേക്ക് കയറിയാൽ നമുക്ക് തന്നെ നമ്മൾ അറിയാതെ പലതരം ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി. അതായത് ഓരോ ഹെവി മെറ്റൽസിനും ഓരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ ഈ ഹെവി മെറ്റൽസ് എല്ലാം ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ വെള്ളം കലങ്ങി കിടക്കും ഇല്ലേ? അപ്പം അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുമ്പോ എന്താ ഗുണം? അടിയും. മനസ്സിലായോ? വെള്ളം അടിഞ്ഞിട്ട് വെള്ളത്തിൽ ഈ ഹെവി മെറ്റൽസ് അടിയുമ്പോ എന്ത് പറ്റും? കലങ്ങി കിടക്കുന്ന വെള്ളം തെളിഞ്ഞു വരും, കണ്ണീര് പോലെ തെളിഞ്ഞു വരും. മനസ്സിലായ? അപ്പം ഏത് കലങ്ങിയ വെള്ളവും തെളിയാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? അക്വാ pH ബൂസ്റ്റർ. മാത്രവുമല്ല നമുക്കറിയാം പലതരം ബാക്ടീരിയസ്. ഇപ്പൊ അയൺ ഈ ഇരുമ്പിനെ തിന്നിട്ട് ഒരു സ്രവം പുറപ്പെടുവിക്കുന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കണ്ടത്തിന്റെ ഒക്കെ അവിടെ ഒരു ബാക്ടീരിയ വെള്ളത്തിന്റെ മുകളിൽ ഒരു പാട പോലെ കാണാം. അതെന്താണെന്നറിയാമോ? അതായത് കണ്ടിട്ടുണ്ട്, അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം ബാക്ടീരിയ ഉണ്ട്. അത് എന്താ ചെയ്യുന്നത്? അത് ഈ കുറഞ്ഞ pH വളരുന്നതാണ്. അത് അയൺ തിന്നും. അയൺ കഴിച്ചിട്ട് അത് എന്ത് ചെയ്യും? ഒരു സ്രവം പുറപ്പെടുവിക്കും. ആ സ്രവമാണ് ഇതിന്റെ മുകളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ TDS എന്ന് പറഞ്ഞറിയോ? ടോട്ടൽ ഡിസോൾവിംഗ് സബ്സ്റ്റൻസ്. അതായത് ഈ വെള്ളത്തിൽ പലതരത്തിലുള്ള വേണ്ടാത്ത മൂലകളും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം pH 7 ആണെങ്കിൽ എല്ലാം താന്ന് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. ഈ ശരിക്കും പറഞ്ഞാൽ pH വാട്ടർ, അതായത് ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ലുലുവിലൊക്കെ പോയി മേടിച്ചാൽ ഒരു കുപ്പിക്ക് 90 രൂപ കൊടുക്കില്ല. അത്രയ്ക്ക് വില. അപ്പൊ നമ്മള് വെറും വളരെ നിസ്സാരമായ രൂപ കൊടുത്തിട്ട് നമ്മുടെ കിണറുകളിലേക്ക് ഈ അക്വാ pH ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? നമ്മുടെ വെള്ളം മുഴുവൻ തന്നെ ആൽക്കലൈനാവുന്നു. മാത്രവുമല്ല തെളിഞ്ഞതും ശുദ്ധവുമായ വെള്ളം കിട്ടുന്നു. അപ്പം വെള്ളം തെളിയുന്നു. അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയെല്ലാം വളരാൻ അനുവദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ എന്താ? ചീത്ത മണം. ഞാൻ പറഞ്ഞില്ല, അയൺ ബാക്ടീരിയ പോലുള്ള മണം ഇല്ലാതെ വരും. പിന്നെ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ അതായത് നമ്മുടെ വെള്ളത്തിലുള്ള സൾഫറിനെ അത് തിന്ന് സൾഫേറ്റ് ആയിട്ട് മാറ്റും. അത് അങ്ങനെ ആക്കിയിട്ട് ഹൈഡ്രജൻ സൾഫൈഡായി മാറും. ഹൈഡ്രജൻ സൾഫൈഡിന് എന്താ പ്രത്യേകത? ആർക്കെങ്കിലും അറിയാമോ? ചീഞ്ഞ മുട്ടയുടെ മണം. അതെ, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ മുട്ടയുടെ മണം വരും. അപ്പം വെള്ളത്തിന് ചീഞ്ഞ മണം വരുന്നു. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചത്. ഇതിന്റെയൊക്കെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അല്ലാതെ ഇതിപ്പം ചീഞ്ഞ മണം മാറുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത്. അപ്പം ഒരു എല്ലാ വീടുകളിലേക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ഉപയോഗിച്ച് നമ്മുടെ വെള്ളം എന്ത് പറ്റും? തെളിക്കും. സംസാരിക്കുകയാണ്. ക്ലോറിൻ ഉപയോഗിച്ച് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ ക്ലോറിൻ ഉപയോഗിച്ചിരിക്കുമ്പോ ആ ജീവികള് ബാക്ടീരിയ ഒക്കെ അതിൽ തന്നെ ചത്തിങ്ങനെ കിടക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഇത് ഉപയോഗിച്ചാൽ എന്താ ഗുണം? അവിടെ വളരാൻ അനുവദിക്കുന്നില്ല. ക്ലോറിൻ ചെയ്ത വെള്ളത്തിലെ ആണെങ്കിലും നമ്മൾ എന്തായാലും നമ്മുടെ അക്വാ pH ബൂസ്റ്റർ കൊടുക്കണം. കാരണം ആ വെള്ളത്തിൽ ഒരിക്കലും pH ബാലൻസ് അല്ല. മനസ്സിലായ? pH ബാലൻസ് ആണ്. pH ബാലൻസ് ചെയ്യാനായിട്ട് ഇത് തന്നെ കൊടുക്കണം. മറ്റേത് കൊടുക്കുമ്പോ അതിനകത്തുള്ള ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ കൃഷിക്ക് നമ്മൾ നനയ്ക്കുന്ന കുളമില്ലേ, കുടിക്കുന്ന വെള്ളത്തില്, കുടിവെള്ളത്തില്, അക്വേറിയം, മീൻ കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്ന നമ്മളെ കുടിക്കുന്ന ക്ലോറിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ഉള്ള സൂക്ഷ്മജീവികളെ കൊല്ലുന്നു, നല്ലതും ചീത്തതും. ഇത് നമ്മൾ ചെയ്യുന്ന എന്താ? pH ബാലൻസ്. ഇനി അടുത്തത് BQ അഥവാ ആദ്യത്താണ് ടാങ്കിൽ കൊടുക്കണം. ടാങ്കിൽ 5 കിലോ 1 ലിറ്റർ 5 കിലോ നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ട് കെട്ടി തൂക്കിയിട്ട് കൊടുക്കണം. കിണറ്റിലിടുന്നതാണ് ഏറ്റവും നല്ല 10 കിലോ. ഇനിയിപ്പം എല്ലാവർക്കും ഇപ്പം മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതിയൊക്കെ ഉള്ളവർക്ക് ഇത് കൊടുക്കാം. ഒരു ടാങ്കിലേക്ക് ഉപയോഗിക്കും. അല്ല വെച്ച് കഴിഞ്ഞാൽ പൊട്ടി എങ്ങാനും പോകുവാണെങ്കിൽ ഒരു
അടിയിലൊരു ബക്കറ്റ് വെക്കുന്നതല്ല. ചെറുതാണെങ്കിൽ ഇതിപ്പോ ഇത്രയും നമ്മൾ സ്പ്രേ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഷോട്ട് കൊടുക്കുന്നല്ല, സ്പ്രേ. ബയോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. യൂസേജ് 5 ml രണ്ടിൽ നിന്നും. ബയോ സ്ട്രൈക്ക് 5 ml, ബയോ ഗ്രോത്ത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മുഴുവനായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുക. പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ 3 ml മതി. പച്ചക്കറികളൊക്കെ 3 ml ബയോ ഗ്രോത്തും 3 ml ബയോ സ്ട്രൈക്കും ചെടികളിൽ കുളിപ്പിച്ചടിക്കുക. അത് എല്ലാ ആഴ്ചയും നമുക്ക് വേണേൽ ഉപയോഗിക്കാം. 10 ദിവസം. ഏലത്തിന് നമുക്ക് 5 ml വെച്ച് ഉപയോഗിക്കാം. 2 നിന്നും 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. എല്ലാത്തിനും കൊടുക്കാം. നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ ചെടികളിൽ നിറച്ച് വലിയ ഇലകള്, പൂക്കള്, അതുപോലെ ഇതിനൊക്കെ നല്ല കളർ വരും. ഇപ്പൊ അഗ്ലോണിമ പോലെയുള്ള ഓർണമെന്റൽ പ്ലാന്റ്സിനൊക്കെ ഇത് കൊടുക്കുമ്പോൾ ആ ഇലകൾക്ക് തന്നെ നല്ല വലിപ്പം വയ്ക്കും, നല്ല കളർ വരും. ഇപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ബയോ സ്ട്രൈക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. മണ്ണിൽ ഇപ്പൊ തെങ്ങ് പോലെയുള്ള വലിയ വലിയ തെങ്ങൊക്കെ ഇതിനൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബയോ ഗ്രോത്ത്, ഈ ബയോ ഗ്രോത്തിന്റെ കൂടെ പ്യുവർ പ്ലസും കൂടി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. മനസ്സിലായോ? ബയോ ഗ്രോത്ത്, ബയോ പ്ലസ് ഒരു 10 ml കൂടി വെച്ച് ചെടികളിൽ നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ് ഇവയൊന്നും വരുകയില്ല. പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഒരു സാധനം എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ചെടിക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്തത് ബയോ ഗാർഡ്. ഗാർഡ് എന്ന് വെച്ചാൽ നമുക്ക് പേര് പോലെ തന്നെ സംരക്ഷിക്കുന്നതാണ്. ചോദിച്ചോ. അത് പറഞ്ഞത് മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുന്ന കാര്യമാണ്. മണ്ണിന്റെ pH ബാലൻസ് ചെയ്യണം. സ്ലോ ആയിട്ട് ചെയ്യുന്നു മാത്രമല്ല, ഇത് 7 തന്നെ നിലനിർത്തും. ഇത് ഓർഗാനിക് ആണെങ്കിലും ഇത് ശരിക്കും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. അതാ ഞാൻ പറഞ്ഞ പത്രപോഷണം, ജലസേചനം എന്ന് പറഞ്ഞില്ലേ, പത്രപോഷണത്തെ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പൊ ഇഞ്ചക്ഷൻ കൊടുത്താൽ എങ്ങനെയുണ്ട്? ഇഞ്ചക്ഷൻ കൊടുത്താൽ ചെടി പെട്ടെന്ന് എടുക്കൂലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് കെമിക്കലിനേലും റിസൾട്ടാണ്. നല്ല റിസൾട്ട്, ഏറ്റവും റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഏത് പൂക്കാത്ത ചെടികൾ, മാവൊക്കെ ധാരാളം പൂത്ത റിസൾട്ട്. എന്താ ബയോ ഗ്രോത്ത്? സംശയമാണോ അതോ വേറെ നിങ്ങൾ തമ്മിലുള്ള സംസാരമാണോ? ബയോ ഗാർഡിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞ. ബയോ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഗാർഡ്, അതായത് സംരക്ഷിക്കുന്നതാണ് ചെടികളെ. അതായത് പ്രധാനമായിട്ട് നമുക്ക് കീടങ്ങള് 2 തരാണ്. ഒന്ന് സക്കിംഗ് പെസ്റ്റ്, അതായത് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ. രണ്ടാമത്തത് കടിച്ചു തിന്നുന്ന ജീവികൾ. ഏത് സാധനത്തിന്റെ വേരിനെയും അതോടൊപ്പം തന്നെ ഇലകളെയും അതുപോലെ കായ, ഫ്രൂട്ട്സിനെ എല്ലാം കടിച്ചു തിന്നുന്നുണ്ട്. അപ്പൊ കടിച്ചു തിന്നുന്നതിനെയും അതോടൊപ്പം തന്നെ സക്കിംഗ് പെസ്റ്റുകൾ, അതായത് നീരൂറ്റി കുടിക്കുന്ന വവയും അതുപോലെ മണ്ണിൽ കൂടി വളരുന്നതാണ്. ഇപ്പൊ ചിതല്, അതുപോലെ തന്നെ പല ജീവികളുടെ ട്യൂപ്പ, ലാർവ എല്ലാം വണ്ടുകളുടെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം മണ്ണിലാണ്. മനസ്സിലായോ? ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ബയോഗാർഡ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കിട്ടുമ്പം സക്കിംഗ് പെസ്റ്റിന് ഒരെണ്ണേ കിട്ടുള്ളൂ. വെർട്ടിസിലിയം ലക്കാനി എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കിംഗ് പെസ്റ്റിന് മാത്രം. ബിവേറിയ ബാസിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടിച്ചത്. പക്ഷെ നമ്മളുടെ ഈ പ്രോഡക്റ്റിന്റെ ഗുണം, ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് എല്ലാത്തരം കീടങ്ങൾക്കും ഒരേ ഒരു സാധനം. ക്യൂർ പ്ലസ് രോഗം വേറെ, കീടം വേറെ. നിങ്ങളത് മനസ്സിലാക്കണം. രോഗമാണോ കീടമാണോ? നമുക്ക് കീടത്തിനെ കാണാം, നമുക്ക് നമ്മുടെ കണ്ണുകൾ. രോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സൂക്ഷ്മജീവികളാണ്. അത് ഫംഗസ്, വൈറസ്, ബാക്ടീരിയകളാണ്. അവയെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പല രോഗങ്ങളെയും പരത്തുന്നത് കീടങ്ങളാണ്. അതായത് കീടങ്ങൾക്ക് അസുഖം വരുത്തി, ആമാശയത്തിന് അസുഖം വരുത്തി തീറ്റ എടുക്കാൻ പറ്റാതെ എല്ലാം ചത്തു എന്ന് മാത്രമല്ല, ഇത് അവിടെ തന്നെ ഒരു എക്കോസിസ്റ്റം പോലെ നമ്മൾ അവിടെ ഒരു മണ്ണിൽ അത് വളരുമ്പോൾ പിന്നെയാണെങ്കിൽ നിങ്ങൾ അവിടെ വളരുന്നത് ഇത് കൊടുത്താൽ അങ്ങനെ ഒരു ഗുണം കൂടി. അപ്പം ഇപ്പം ഏതാണ്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ
ഓൾറെഡി തീർന്നു. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം, ഇതൊക്കെ ശരിക്കും സ്പ്രേ ചെയ്യാനായിട്ട്, അതായത് ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് കൂടുതലും. ആദ്യമേ ഞാൻ പറഞ്ഞത് മണ്ണിലിട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഉപയോഗിക്കുമ്പോഴേ സാധാരണ കെമിക്കൽ വളമൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം. ഇനിയിപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ബയോഗ്രോത്ത് ഒക്കെ ഇല്ലേ, ഈവൻ ഇപ്പം കെമിക്കലിന്റെ കൂടെയോ ഓർഗാനിക്കിന്റെ കൂടെയോ അതല്ലെങ്കിൽ ജൈവത്തിന്റെ കൂടെയോ എല്ലാം വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ അല്ലേ? അതെല്ലാം നമ്മളത് കൊടുക്കുമ്പോൾ നമ്മളെന്തെങ്കിലും പ്രിക്കോഷൻസ് നോ, ഞാനതാ പറഞ്ഞ വളരെ സേഫ് ആണ്. പലതരം ഹെർബൽസ് ആണ് അതിനകത്ത്, ഒട്ടും പേടിക്കേണ്ട. പിന്നെ ബയോ ഗ്രോത്ത് തുറക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു തുറക്കണം, ഇങ്ങനെ പെട്ടെന്ന് അത് പുറത്തോട്ട് ഏതാ ബയോഗ്രോത്ത് പെട്ടെന്ന് അത് തുറക്കുമ്പോൾ കണ്ണിലേക്കായല്ലേ എഫക്ട് ചെയ്യുമോ? ഇല്ല, കണ്ണിലേക്കൊന്നും ആകാത്തത്. ആദ്യത്തേതിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇറ്റ്സ് ഓക്കെ, ഇപ്പൊ അങ്ങനെ ഇല്ല അല്ലേ? ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബയോഗ്രോത്തും ബയോസ്ട്രൈക്കും ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം. ഏത് ചെടിയും എന്തോ ബയോഗാർഡ് 15 ml ആണേ. ബയോഗാർഡ് 15 ml. ഞാൻ പറഞ്ഞില്ല, ഇത് 3 തരം കൺട്രോൾസിന്റെ ഒരു കൂട്ടായ്മയാണ്. അതായത് വെർട്ടിസീലിയം ലെക്കാനി, ബിവേറിയ ബാസിയാന, ബാസിലസ് തുറിഞ്ചിയൻസ്, മെറ്റാറൈസിയം, അതോടൊപ്പം തന്നെ ബിവേറിയ ബാസിയാന. ഇതിന്റെ ഒക്കെ കൂടി, അതായത് ഇതിനൊക്കെ 3 വർഷമുണ്ട്. ഇത് എല്ലാം ഉറക്കി വെച്ചിരിക്കുക, അവിടെ എല്ലാത്തിനെ ഉറക്കി വെച്ചിരിക്കുക. എപ്പോഴാണോ അത് ആക്ടിവേറ്റ് നമ്മൾക്ക് ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആവും. അപ്പം മണ്ണിൽ കൂടി ഇപ്പൊ ചെതല് പോലുള്ള പ്രശ്നങ്ങളുണ്ട്, വേരുപുഴുണ്ട്, ഇതിനെല്ലാത്തിനും ഇത് കൊടുക്കാം. അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്നവയ്ക്ക് എല്ലാം കൊടുക്കാം. കടിച്ചു തിന്നുന്ന, അതായത് പലതിനും നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ തിന്ന് നശി, പേരയ്ക്കൊക്കെ അതിന് കൊടുക്കാം. അപ്പൊ ഈ എല്ലാത്തിനും കൊടുക്കണം. 15 ml 1 ലിറ്റർ വെള്ളത്തിൽ. ഇതിന്റെ കൂടെ നമുക്ക് ബയോ സ്ട്രൈക്കും ബയോ ഗ്രോത്തും കൊടുക്കാം. മനസ്സിലായോ? ബയോ ഗ്രോത്ത് 5 ml, ബയോ സ്ട്രൈക്ക് 5 ml, അതോടൊപ്പം തന്നെ ബയോഗാർഡ് 15 ml. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിൽ നേരിട്ട് നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിണ്ടിപ്പുഴുവിന് ഭയങ്കര നല്ല. പിണ്ടിപ്പുഴുവിനൊക്കെ ഇത് നമ്മൾ ആ കൂമ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണിലും കുറച്ച് കൊടുക്കാം. അത് ബയോഗാർഡ്, ബയോ സ്ട്രൈക്ക് അല്ല, ബയോഗാർഡ് 15 ml 1 ലിറ്റർ. ബയോ ഗ്രോത്തിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി ബയോ ഗ്രോത്ത് 5 ml, ബയോഗാർഡ് 15 ml മണ്ണിൽ വേരിൽ കൊടുക്കാം. അതുപോലെ തന്നെ ബയോ സ്ട്രൈക്ക് 5 ml, ബയോഗാർഡ്. ഓക്കെ, താങ്ക് യു.